അടയ്ക്കാൻ ₹1 വീതം ജനങ്ങളോട് സഹായം തേടുകയാണ് സ്വകാര്യ ബസ് ഉടമയായ ഡേവിസ്. പ്രിയദർശിനി പദ്ധതിയുടെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ചുമത്തിയ ₹7,500 പിഴയ്ക്കെതിരെയാണ് മാഞ്ഞാലി ആലുവ റൂട്ടിലെ ലിറ്റിൽ ഫ്ലവർ ബസ് ഉടമയുടെ വേറിട്ട പ്രതിഷേധം. ഈ റിപ്പോർട്ടോടുകൂടി ഈവനിംഗ് എഡിഷൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വേൾഡ് കപ്പ് വാർത്തകളുമായി പന്തോറ കാണാം. പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയതിന് പിന്നാലെ ഉച്ചസമയത്ത് ഒരു ട്രിപ്പ് ഒഴിവാക്കിയെന്ന കാരണത്താൽ മാഞ്ഞാലി ആലുവ റൂട്ടിലെ ലിറ്റിൽ ഫ്ലവർ ബസ്സിന് ₹7,500 പറവൂർ RT ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിഴ ചുമത്തിയത്. നടപടിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബസ് ഉടമ ഡേവിസ്. എന്നെ സംബന്ധിച്ച് ഈ ബസ് ഓടിയിട്ട് അന്ന് മുതൽ ₹1 എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ തുക അടയ്ക്കാൻ എനിക്ക് വേറെ മാർഗമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മാന്യ യാത്രക്കാരുടെ മുമ്പിലും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ബസ് ഉടമകളുടെ മുമ്പിലേക്കും അതുപോലെ ജീവനക്കാരുടെ മുമ്പിലേക്കും ഞാനൊരു അഭ്യർത്ഥനയുമായിട്ട് വരികയാണ്. കടുത്ത പ്രതിസന്ധിയിൽ വീഴുന്ന സ്വകാര്യ ബസ് മേഖല സംരക്ഷിക്കണമെന്ന ആവശ്യവും അന്യായ പിഴയ്ക്കെതിരെയുള്ള പ്രതിഷേധവുമാണ് ഗൂഗിൾ പേ സ്കാനർ വഴി ₹1 വീതം സമാഹരിക്കാൻ ഡേവിസ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത്. ബസ് ഉടമകൾ, ജീവനക്കാർ, യാത്രക്കാർ എന്നിവരോടാണ് അഭ്യർത്ഥന. പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയിട്ട് 20 ദിവസം പിന്നിട്ടിട്ടും പ്രതിസന്ധിക്ക് പരിഹാരമില്ലെന്ന പരാതിയും ബസ് ഉടമകൾ ഉയർത്തുന്നുണ്ട്. ഈ ചലാൻ നടപടി പിൻവലിക്കണമെന്നാണ് ആവശ്യം. മീഡിയ 1 കൊച്ചി.